യേശുവിനെ വിറ്റ് ജീവിക്കുന്നവരാണോ ഈ പെന്തക്കോസ്റ്റ് പാസ്റ്റർമാരെന്ന് പറയുന്നത്? ആദത്തിന്റെ ഭാര്യയായ ഹവ്വയാണ്. ഹവ്വാമ്മച്ചിയായിട്ട് എന്തായാലും ശാരീരിക ബന്ധത്തിൽ മകൻ ഏർപ്പെടാൻ പറ്റില്ല. അപ്പൊ കായിൻ ആരെ കല്യാണം കഴിച്ചു? ഇതിന് മാത്രം ബൈബിളിൽ ഉത്തരവില്ല. പിന്നീട് തുടങ്ങുന്നത് നോഹയുടെ കാലഘട്ടം. ഈ ഗ്യാപ്പ് അപ്പൊ അവിടെ ഒരു സ്ത്രീ ഇല്ലാതെ എങ്ങനെ നടക്കും? ദൈവം പുതിയൊരു സ്ത്രീയെ സൃഷ്ടിച്ചതായിട്ടില്ല, ഹവ്വയായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതായിട്ടില്ല. അപ്പൊ ആ കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചു? അപ്പൊ അവർക്ക് ഉത്തരവില്ല. അപ്പോൾ ദൈവത്തിന് ചോദ്യം ചെയ്യാൻ പാടില്ല. ദൈവത്തിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്. അങ്ങനെ ഞാൻ പെന്തക്കോസ്തുകാരനാണ്, ഞാൻ ക്രിസ്ത്യാനിയാണ്, പ്രാർത്ഥിക്കുന്നവനാണ്, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും ഒരു ഹിന്ദു വന്നിട്ട് എന്നെ ഇടിച്ചാൽ, ഒരു ദുഷ്ടനായൊരു ഹിന്ദു ഒന്ന് ഇടിച്ചിരുന്ന, ദുഷ്ടനായൊരു മുസ്ലിം ഒന്ന് ഇടിച്ചാൽ, ഞാൻ മരിച്ചു പോയിട്ട് അവൻ ജീവിച്ചിരിക്കുമ്പോൾ എന്ത് പ്രയോജനം? പെന്തക്കോസ്തുകാരെ സംബന്ധിച്ച് യേശുവിനൊരു രൂപമില്ല. മറ്റുള്ള ക്രിസ്ത്യൻസിനാണ് യേശുവിന് ഇങ്ങനെ നിൽക്കുന്ന രൂപവും നീണ്ട മുടിയും ഒരുപാട് കണ്ണിന് പ്രത്യേകതയും. യേശു പെണ്ണാണെന്ന് പറയുന്നവരുണ്ട്. യേശുവില്ല, യഹോവ മാത്രമാണ്, അതായത് പഴയ നിയമം മാത്രമാണ് സത്യം എന്ന് പറയുന്ന ക്രിസ്ത്യാനികളുണ്ട്. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു സൈലന്റ് ബ്രില്യൻ സൈക്കോളജിക്കൽ ടെററിസം ആണോ? എക്സ്ട്രീമിസം ആണ്. പഠിക്കാത്ത കുട്ടികളായിരുന്നു. കൃപാസനം അമ്മയുടെ ഇതൊക്കെ ചൊല്ലി ഇപ്പോൾ ഞങ്ങൾ പരീക്ഷിക്കുക. അപ്പം പഠിച്ചിട്ടില്ല ഞങ്ങൾക്ക് കൃപാസനം അമ്മയാണ് ഞങ്ങളെ രക്ഷിച്ചെന്ന് പറയുന്നത് എന്ത് ലോജിക്കാണ്? ഹാബിലും കായിനും കൂടെ യാഗം നടത്തുന്നു. കായിൻ ഒരു പച്ചക്കറി കൃഷി നടത്തുന്ന ഒരുത്തനായിരുന്നു. ഹാബൽ എന്ന് പറഞ്ഞത് ഒരു ആടിനെ വളർത്തുന്ന ആടുമാടുകളെ വളർത്തുന്ന ഒരാളായിരുന്നു. രണ്ടുപേരും യാഗം നടത്തിയപ്പം ദൈവത്തിന് ഇഷ്ടപ്പെട്ടത് ആടിനെ യാഗമാക്കിയവനാണ്. അപ്പം ഞാൻ ചോദിച്ചു, ദൈവത്തിന് നോൺ വെജ് മാത്രമേ ഇഷ്ടമുള്ളൂ? പച്ചക്കറി കൊണ്ടുവന്ന് യാഗം കഴിച്ചപ്പോൾ ദൈവത്തിന് കൊടുത്തപ്പോഴത്തേക്ക് അത് ഇഷ്ടപ്പെട്ടില്ലേ? അപ്പം അത് എന്ത് ന്യായമാണെന്ന് ഞാൻ ചോദിച്ചു. അതപ്പോൾ ദൈവത്തിന് ചോദ്യം ചെയ്യാൻ പാടില്ല. ക്രിമിനൽസിനോട് സംസാരിക്കാത്ത ദൈവം വിശ്വാസികളോട് മാത്രം സംസാരിക്കുന്ന ദൈവം ഇസ് സൈക്കോ. ഈ പെന്തക്കോസായിട്ട് ജനിച്ചു, ആ ഒരു ഫാമിലിയിൽ വളർന്നു, പിന്നെ എന്താണ് ഇത്രയും അത് തള്ളിപ്പറയാനുണ്ടായ ഒരു റീസൺ? പെന്തക്കോസായിട്ട് ജനിച്ചതുകൊണ്ട് മാത്രമല്ല, ഞാൻ പെന്തക്കോസ് പാസ്റ്ററിന്റെ മകനാണ്.